ഒരാൾ ഇപ്പം ഹിപ്നോട്ടിസം ചെയ്യാൻ പോകുമ്പോൾ റെസിസ്റ്റ് ചെയ്താല് എന്താ ശരിക്കും സംഭവം? അവർ പോകത്തില്ല, ആ സ്റ്റേറ്റിൽ പോകത്തില്ല, റെസിസ്റ്റ് ചെയ്താൽ പോകത്തില്ല. ഇപ്പം നമ്മൾ ഏറ്റവും റിലാക്സിങ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ റിലാക്സേഷൻ ആണ് ബോഡി കൊണ്ടുകൊടുക്കുക, മനസ്സിനും ശരീരത്തിനും റിലാക്സേഷൻ കൊടുക്കുമ്പോഴാണ് ഹിപ്നോസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യം, അവർ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും പറ്റുമോ, സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ പോകത്തില്ല. ഇപ്പം എനിക്ക് പോകാൻ താല്പര്യമില്ലെന്ന് കൈയൊക്കെ ടൈറ്റാക്കി പിടിച്ചിരിക്കുക, ഇങ്ങനെ നിൽക്കുക, പോകില്ല ആള്. അവരില്ലെങ്കിൽ ആവണം, അതാണ് മെയിൻ. എന്നാൽ മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ 10 പേര് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 പേര് മാത്രമേ അതിൽ പോകത്തുള്ളൂ. ഇപ്പം മെന്റലിസം മാജിക് എന്നൊക്കെ പറഞ്ഞാൽ 100% സക്സസ് റേറ്റ് ആണ്. 100 അല്ല 110% സക്സസ് റേറ്റ് ആണ് മെന്റലിസം മാജിക് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഹിപ്നോസ് അങ്ങനെ അല്ല, 50-50 ചാൻസാണ്. അവർ വില്ലിങ് ആയില്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ചില ആളുകൾ നമ്മളെ ചലഞ്ച് ചെയ്യാനായിട്ട് വരും, ഒന്ന് ചെയ്ത് കാണിക്കും ചുണയുണ്ടെങ്കിൽ, നീ എന്നെ ചെയ്ത് കാണിക്കുന്ന എനിക്ക് ഞാൻ 10 ലക്ഷം രൂപ തരാമെന്നൊക്കെ പറയും. നമ്മളത് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അവർ പോകില്ല എന്ന് അവർക്കറിയാം. അവർ പറയും ഞാൻ പോകത്തില്ല എന്ന് മനസ്സുകൊണ്ട് എന്ത് ചെയ്താലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാൽ പോകത്തില്ല. ചില ആൾ ടെൻസ്ഡ്, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം കാണും, പക്ഷെ ടെൻസ്ഡ് ആണ്. ഞാൻ ഇതിലെങ്ങാനും ചെയ്തിട്ട് എന്തെങ്കിലും എനിക്ക് പറ്റിപ്പോകും, ഞാൻ തിരിച്ച് എങ്ങീക്കത്തില്ലേ, ഈ ചിന്ത ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം ഒരിക്കലും പോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ക്രിട്ടിക്കലായിട്ട് അവർ ചിന്തിക്കുക. പല ആളിലും ക്രിട്ടിക്കലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും വർക്കാവില്ല. അന്നേരം എന്താണോ നമ്മൾ പറയുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്ത് മനസ്സ് ശരീരം വിട്ട് തന്നു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇതിപ്പം എല്ലാവരെയും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പം ഓരോ ക്വാളിറ്റീസ് ഉണ്ടോ? അതായത് ക്വാളിറ്റീസ് ഇൻ ദ സെൻസ് ഈ വിട്ടുതരൽ മാത്രമാണോ ഒരാൾ? അല്ല, നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. എപ്പിലെപ്സി പോലത്തെ അസുഖങ്ങളുള്ള ആളുകൾ ചെയ്യാൻ പാടില്ല. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് പബ്ലിക്കിൽ ഇറങ്ങി ചെയ്യുന്നുണ്ട്. ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സാധനം ഇപ്പം വളരെ ചീപ്പായിട്ട് ആളുകൾ വിറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. മെന്റലിസം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സാധനം അത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, മിസ്യൂസ് ചെയ്യാം, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പലരും റോട്ടിലിറങ്ങി ചെയ്യുമ്പോൾ കൊച്ചു പിള്ളേർ ഇറങ്ങി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പഠിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ. ആദ്യ കാലത്തൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല, പല സ്ഥലങ്ങളിൽ നിന്ന് അറിഞ്ഞു കേട്ടോ, ആരും പറഞ്ഞുതരാനും ഇല്ലാണ്ട് പല സ്ഥലങ്ങളിൽ നിന്നാണ് പഠിച്ചത്. ഇന്ന് ഒരു കോഴ്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ക്വാളിറ്റി ആയിട്ട് ഇത് മിസ്യൂസ് ചെയ്യത്തില്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ പബ്ലിക്കലി ചെയ്യാത്ത, പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന ആളുകൾ, മീൻസ് ഈ ഹോസ്പിറ്റൽ ഫീൽഡിലോ അല്ലെങ്കിൽ നഴ്സ്, അങ്ങനെ ഡോക്ടർമാർ, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നമ്മളത് ഷെയർ കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ എല്ലാവർക്കും ഇത് പഠിച്ചു കൊടുക്കത്തില്ല. കാര്യം അവരത് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറയത്തില്ല. ഇപ്പം തന്നെ ഈ പറഞ്ഞ നമ്മൾ ഞാൻ ഇയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞായിരുന്നു. അപ്പോഴേ ഞാൻ ചോദിച്ചത് എന്തുവാ, അല്ല ഷോൾഡറിൽ ഡിസ്ലൊക്കേഷൻ വല്ലതും ഉണ്ടോ, ഹാർട്ടിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ, എപ്പിലെപ്സി വല്ലതും ഉണ്ടോ, അവരുടെ ഫിസിക്കൽ മെന്റൽ സ്റ്റേറ്റ് എല്ലാം നമ്മൾ ആദ്യം ചോദിച്ചറിയണം. ഇതൊന്നും ചെയ്യാണ്ട് റോട്ടി ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഒരാളിനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും. ഒരു ഹിപ്നോട്ടിസ്റ്റ് ചെയ്ത പ്രശ്നത്തിന് ആരൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ നാളെ കുറ്റക്കാരാവും. ഇപ്പൊ തന്നെ സിനിമാ ഫീൽഡിൽ ഒരാൾ ചെയ്ത തെറ്റിനാണ് എല്ലാവരെയും ചിലപ്പം തെറ്റുകാരായിട്ട് കാണുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിലും ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താലും എല്ലാ ഹിപ്നോട്ടിസ്റ്റുകളെയും ആയിരിക്കും കുറ്റം പറയുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് ആളുകൾ കൊടുക്കുന്നുണ്ട്. ഇത് മറ്റേ മുറിവൈദ്യൻ ആളെ കൊല്ലു എന്ന് പറഞ്ഞ കണക്ക് ഏറ്റവും മൂലം മാത്രം പഠിച്ചിട്ട് ഒരിക്കലും ചെയ്യില്ലെന്ന് നമ്മൾ എല്ലായിടത്തും പറയത്തുള്ളൂ. മൊത്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാം. ഇത് ശരിക്കും അറ്റ് എ ടൈം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടും ഒരു വെപ്പണായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? വെപ്പണായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് ഓരോരുത്തർക്ക് കിട്ടുന്ന, ഇപ്പം നമുക്കൊരു കത്തി കിട്ടിയെന്ന് വിചാരിച്ചോ, ഒരാളിനെ കൊല്ലാനും ഉപയോഗിക്കാം, നമുക്ക് പച്ചക്കറി അരിയാനും ഉപയോഗിക്കാം, അല്ലേ? നമ്മുടെ പെർസ്പെക്റ്റീവ്സ് അനുസരിച്ചിരിക്കും. അത്രേ ഉള്ളൂ ഈ ഒരു സാധനം. നമുക്ക് നല്ല രീതിയിൽ ആളുകളെ ഹെൽപ്പ് ചെയ്ത് എന്റർടൈനിങ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് മോശം കരങ്ങളിലെത്തി മോശമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് അങ്ങനെയും പോകും. അത് അവരുടെ പെർസ്പെക്ഷൻ അനുസരിച്ച് പോകും. അങ്ങനെ എന്തെങ്കിലും ഈ ഹിപ്നോട്ടിസം ഇത് കൊണ്ടിട്ട് ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന 1-2 സിനാരിയോസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? സിനാരിയോസ് പറയാം, പക്ഷെ അറിയുന്നവരാണെങ്കിൽ പോലും ഒരിക്കലും ഇത് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയുക. നമുക്കിപ്പം ഇഷ്ടമില്ലാത്ത ഒരാളിനെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളിനെ ആ സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് ആളിനോട് വെറുപ്പാക്കിയിട്ട് പഠിക്കാൻ പറയാം, ചെയ്യും. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് അത്രയും ലെവലിൽ പോകുന്ന സബ്ജക്റ്റ് ആയിരിക്കണം. നമ്മളെ മുമ്പ് നിൽക്കുന്ന ആൾ അത്രയും ട്രാൻസിൽ പോകുന്ന സജഷൻ എടുക്കുന്ന ആളായിരിക്കണം, എങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു 1-2 വീഡിയോസ് നമ്മൾ സ്റ്റുഡൻ്റായിട്ട് പഠിച്ച് കുറച്ച് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അതൊരു എൻ്റർടൈനിങ് പർപ്പസാണ്. അവരത് വാണിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, എവിടെയും ചെയ്യരുത്, വെറും എൻ്റർടൈനിങ് പർപ്പസ് ആണെന്ന് പറഞ്ഞിട്ട് വെറും പേപ്പറിനെ പൈസയാക്കി കാണിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് കാണുമ്പോൾ 500 2000 നോട്ടായിട്ട് തോന്നും. അങ്ങനെ പറ്റിക്കാൻ പറ്റും. ഞാനൊരാളിനെ ചെയ്തായിരുന്നു, തമാശക്ക് ചെയ്ത ആളോട് പറഞ്ഞത് പബ്ലിക് വെച്ചാൽ അതുകൊണ്ട് കുഴപ്പമില്ല. കരിയില കൊടുത്തിട്ട് 1000 നോട്ടായി കൊടുത്ത് എനിക്ക് അയക്കാൻ പറഞ്ഞാൽ വെച്ചോ മക്കളെ വെച്ചോ എന്ന് പറഞ്ഞ് കൈ കൊടുത്ത്. കരിയില 100 200 300 400 500 കൊടുത്തു. എനിക്ക് വേണ്ട കേട്ടോ, വെച്ചോ തിരിച്ചത് ഞാൻ വെച്ചോ ഒന്ന് പോക്കറ്റിലൊക്കെ വെച്ച്. കുറെ കഴിഞ്ഞിട്ടാണ് ആൾക്ക് ബോധം വീണപ്പോഴാണ് പോക്കറ്റ് ഇരിക്കുന്നത് കരിയിലാണെന്ന് മനസ്സിലായത്. നമ്മളത് എന്റർടൈൻമെന്റ്, അതാണ് പറഞ്ഞത്. അത് ഓരോ ആളുകളുടെ കയ്യിൽ എത്തുന്ന അനുസരിച്ചിരിക്കും അത് മിസ്യൂസ് ചെയ്യുന്നതും
യൂസ് ചെയ്യുന്നതൊക്കെ. നമ്മൾ അത്ര എന്റർടൈനിങ് പർപ്പസ് ആയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവയർനെസ് ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളടുത്ത് വരുന്ന ആളുകൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിട്ട് വരും. നമ്മളിത് ഒന്ന് എന്റർടൈൻ ചെയ്തങ്ങ് വിടും. അവർ പിന്നെ അയ്യോ പൊളി. ഞാനിത് എന്താ പറയാ 1-2 ഇംഗ്ലീഷ് സീരീസില് ഇങ്ങനെ കണ്ണിൽ നോക്കിയിട്ടൊരു ഡിറക്ഷൻ കൊടുക്കുമ്പോ അതുപോലെ ചെയ്യുന്നത്. അത് മറ്റേ നമ്മുടെ 7-6 സിനിമയില് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ലെങ്കിലും കണ്ണിൽ നോക്കിയിട്ട് ഒരാളെ ഇപ്പൊ സ്ലീപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് നമ്മൾ ട്രൈ നോക്കിയാലോ, ചുമ്മാ അത് ഇപ്പൊ ട്രൈ നോക്കിയാലോ? ഓക്കെ ആണോ? റിലാക്സ് ആയിട്ടിരിക്കും കേട്ടോ. കംപ്ലീറ്റ്ലി എന്റെ ഈ ഒരു കണ്ണോട് മാത്രം നോക്കണേ. Take a deep breath. Sleep. Deeper, 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 deeper. Completely deeper, 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 deeper. 1, 2, 3 അപ്പം. എങ്ങോട്ടാ പോയേ? എന്താ ഉണ്ടായേ? എങ്ങോട്ടാ പോയേ? ഉറങ്ങാൻ പോവാ. Sleep. Deeper, 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 deeper. 1, 2, 3 വെക്കും. ഓക്കെ അല്ലേ? ഇത്ര പോയില്ലേ? ഓക്കെ 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 അല്ലേ? ഓക്കെയാണ് ഓക്കെയാണ് 100%. ഇങ്ങനെ അത് നമ്മുടെ പ്രാക്ടീസ്, നമ്മുടെ കോൺഫിഡൻസ് കൊണ്ടാ. പെട്ടെന്നല്ലാണ്ട് ഇയാൾ പോയിട്ട് നോട്ട് ചെയ്തിട്ട് കള്ളു നോക്കടാ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു തരും. അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നാളായിട്ട് പല രീതിയിലുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോക്കസ് കൊണ്ടുവരാനായിട്ടൊക്കെ അത് നമ്മളെ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്നവർക്ക് ചില മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് എങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം. അതിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻസ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ഇത്രയും ഫോക്കസ് കൂട്ടുന്നത്, എങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. 1-2 കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മളത് പഠിക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പണ്ട് ഇതണൊക്കെ സീരീസ് ഒക്കെ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഇതുപോലത്തെ പവർ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. ഇതൊരിക്കലും പവർ അല്ല. ഇയാളിപ്പോ വില്ലിങ് ആയിട്ട് എന്നോട് ഓക്കെ ആണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോകില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകത്തില്ല. ഇയാള് മനസ്സിലായ? ഇതൊരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ പവറോ ഒന്നുമല്ല. നമ്മുടെ മനസ്സ് തന്നെയാണല്ല. മൈൻഡ് കൺട്രോളിംഗ് ആണല്ലേ? അല്ല, ഒരിക്കലും മൈൻഡ് കൺട്രോളിംഗ് നമ്മൾ ആ വാക്ക് യൂസ് ചെയ്യുന്നത് ശരിയല്ല. ഒരാളുടെ മൈൻഡ് എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അവരുടെ വില്ലിങ്ങോട് കൂടി നമ്മൾ നല്ല സജഷൻസ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ മരിച്ചവരെ കാണുന്ന ഒരു പ്രോസസ്, മരിച്ചവരെ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതും പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്. അവർ എന്നോട് വിളിച്ചിട്ട് ചോദിക്കും, എനിക്ക് കാണണമെന്നുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ട്, അച്ഛൻ എൻ്റെ അടുത്ത് വരുമോ ചരട് കെട്ടിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിലുള്ള ആളാണ്, നമുക്കിങ്ങനെ മരിച്ചവരെ കാണുന്നത് തെറ്റാണ്, അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർ ആത്മാക്കളെയൊക്കെ വിളിച്ചു വരുന്നത് ശരിയാണോ? ഒരിക്കലും ആത്മാവോ അല്ലെങ്കിൽ ഭൂതോ പ്രേതോ പിശാചോ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റും അല്ല. ഇത് ഹാലുസിനേഷനാണ്. ഹാലുസിനേഷൻ മാത്രമാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഓർമ്മകളെ നമ്മൾ സജഷൻസിലൂടെ ഇത്രയും റിലാക്സ് സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കണ്ണടച്ച് സ്ലീപ്പ് ഇതാ നിൽക്കുന്നത് നിങ്ങളുടെ അച്ഛനാണ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അല്ല ഇതൊരിക്കലും. സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. പലർക്കുള്ള തെറ്റായിട്ടുള്ള നമ്മളെ വീഡിയോയിൽ ചിലപ്പോൾ 1.5 സെക്കൻഡിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം കണ്ണു തുറക്കുമ്പോൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛനായിരിക്കും എന്ന് പറഞ്ഞ് കാണിക്കുന്നെങ്കിലും അതിന് മുന്നേ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂർ സെക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ എൻഡിങ്ങിലുള്ള ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു ഭാഗം. അത് മാത്രം നമ്മൾ പുറത്ത് വിടുന്നത്. ബാക്കി ഇത്രയും കാര്യങ്ങൾ നടപ്പുണ്ട്. അതൊന്നും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ തന്നെ 1/2 മണിക്കൂർ, നമുക്ക് ഇൻസ്റ്റയിൽ ഇടുന്നത് 1.5 സെക്കൻഡേ പറ്റത്തുള്ളൂ. 1/2 മണിക്കൂർ വീഡിയോ ഇടാൻ പറ്റത്തില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.